അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡയറ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസാണ് കേട്ടോ. ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മളിന്ന് സിറ്റി സെൻറ്ററിൽ വന്നതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതേപോലെ നാട്ടിൽ പോകാറായി. അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങണം. അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് 22 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അവിടുന്ന് കുക്ക്ഡ് സുഷി, അതേപോലെ മെക്സിക്കൻ സാലഡ്, പിന്നെ ഒരു ബീഫ് സാൻഡ്വിച്ച്, അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഫ്രൈഡേ ആണ്. കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അവധി ആയതുകൊണ്ട് തന്നെയാണ് തേഴ്സ്ഡേ നൈറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതൊരു വൈറലായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിനൊരു സ്പെഷ്യൽ ഗരം മസാലയാണ് അവരുണ്ടാക്കാറ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഗരം മസാല തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ സവാള ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ സവാള വറുത്തിട്ടും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ ഗരം മസാല മാത്രം ഇട്ടിട്ടും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചൊരു ബിരിയാണിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും പെപ്പർ വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സവാള ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാണല്ലോ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത്. അങ്ങനെ ചിക്കൻ വറുത്തെടുത്ത് അതേ പാനിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതേ പാൻ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ തക്കാളിയും അതേപോലെ വറുത്ത സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇട്ട് മസാല ഒന്ന് സെറ്റാക്കി എടുക്കുക. ലാസ്റ്റ് മല്ലിയിലും പുതിനയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗീ റൈസും ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ, 1-2 മിനിറ്റ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ബർദ്മാൻ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീരകശാല റൈസാണ് കേട്ടോ വാങ്ങിക്കാറ്. അത് ഒരു രക്ഷയില്ല, നല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു റൈസ് അതാണ്. ഈ ഒരു ബിരിയാണിയിൽ പുതിനയില ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, മല്ലിയില മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് പിന്നെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ്റെ മസാലയുടെ മുകളിലേക്ക് ചോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാലിൽ കലക്കിയ മഞ്ഞൾപ്പൊടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഗരം മസാലയും ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വറുത്ത സവാള, കാഷ്നട്ട്സ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിള്ളേർക്ക് തീരെ താല്പര്യമില്ല. പിന്നെ ഇക്കായി ഇന്ന് ലഞ്ചിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വറുത്ത സവാള മാറ്റി വെക്കാനും മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാഷ്നട്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു കളറാണ്. പിന്നെ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഗരം മസാലയൊക്കെ വിതറി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ദമ്മിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. മസാലയും അറ്റേ ടൈം തന്നെ ചോറും സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടിനും നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവി കയറിക്കോളൂ കേട്ടോ. ഇത് ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി കയറാൻ വേണ്ടിയിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ രണ്ടും ഒരേ സമയം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണിയും കഴിയും. അങ്ങനെ നമ്മുടെ അടിപൊളി വൈറൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇത് പിറ്റേ ദിവസത്തെ സാലഡിൻ്റെ ഡ്രസ്സിങ് ആയിരുന്നു കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. തൈരും ഹണിയും സോൾട്ടും പെപ്പറും ലെമൺ ജ്യൂസുമാണ്. പക്ഷെ ഇത് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസ്, ചിക്കൻ അതെല്ലാം ലെയർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഹോം മെയ്ഡ് ഡ്രസ്സിങ് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഹാസിം പ്ലേ സ്കൂളിൽ നിന്ന് എല്ലാ സാറ്റർഡേയും വരുന്നത് ഈ ഒരു കോലത്തിലായിരിക്കും കേട്ടോ. എല്ലാ സാറ്റർഡേയും അവർക്ക് ഫേസ് പെയിൻറ്റിങ് ഉണ്ടാവും. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഓരോരുത്തരും നാട്ടിലേക്ക് പോകാനുള്ള സമയമൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി 2 മാസമൊക്കെ കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മസാല വോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. അങ്ങനെ ആദ്യം ചൈനീസ് ഫുഡുകളായിരിക്കും കേട്ടോ. അങ്ങനെ ആദ്യം നമ്മളൊരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ഡൈനാമൈറ്റാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ സിസ്ലേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, ചിക്കൻ മഞ്ചൂരിയൻ, അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു സ്വീറ്റ് കൂടി കഴിക്കണമല്ലോ.
അങ്ങനെ നമ്മുടെ മിൽക്ക് കേക്ക്, മാംഗോൻ്റെ മിൽക്ക് കേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് അങ്ങനെ പോന്നു. പിറ്റേ ദിവസം രാവിലെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇപ്പോൾ ചെറി നല്ല അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം റേറ്റഡ് കുറവിന് നമുക്ക് അവൈലബിൾ ആണ്. 10 ദിർഹംസിനൊക്കെ ഒരു പാക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ കുക്കുംബറൊക്കെ ആയിരുന്നു സ്നാക്സ് ആയിട്ട്. പിന്നെ തലേ ദിവസം നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ നമ്മൾ ബീഫും ഗീ റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു വിട്ടത്. ലഞ്ചിന് നമുക്ക് ബീഫ്, സാമ്പാർ, അതേപോലെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ വെയിറ്റ് കൂടാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുറയ്ക്കുക. അപ്പോൾ ഹംദാന് എന്തെങ്കിലും സ്പെഷ്യൽ അവന് ഇഷ്ടമുള്ളത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുള്ളോ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തത്. പിറ്റേ ദിവസത്തെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പാസ്ത ആയിരുന്നു. മഷ്റൂമും ചിക്കനും ഒക്കെ ഇട്ടിട്ട് ക്രീമൊക്കെ ഒഴിച്ചിട്ടുള്ള പാസ്ത. സ്നാക്സിന് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, അതേപോലെ കുക്കുംബറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേരെല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ കുക്കുംബർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഞാൻ ഓർക്കുക, വരുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഞാൻ അത്യാവശ്യം കട്ട് ചെയ്ത് കൊടുത്തയക്കും. അങ്ങനെ പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ പതുക്കെ കുറച്ച് തുടങ്ങി. കാരണം ഫ്രിഡ്ജും ഫ്രീസറൊക്കെ എന്തായാലും കാലിയാക്കാനുള്ളതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് കറി കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഒരു സമാധാനം. പിറ്റേ ദിവസത്തെ ലഞ്ച് ബോക്സാണ് നൂഡിൽസും നഗറ്റ്സും മാംഗോയും ഒക്കെ ആയിരുന്നു. നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തേക്കാണ് കേട്ടോ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ 2-3 ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ നമ്മുടെ ട്രെയിനർക്ക് പനിയായിട്ട് ഞാൻ 2 ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആഴ്ചയിൽ 6 days ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അവധിയാണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എൻ്റെ ചലഞ്ച് കഴിയാറായിട്ടുണ്ടായിരുന്നു. ഇന്ന് മാംഗോയും കിവിയും ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ബുൾസൈയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് ഹാസിബിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എടുത്തതുണ്ടായിരുന്നില്ല. അങ്ങനെ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൊടുത്തുവിട്ട കറി കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് ഒപ്പിച്ചിട്ടോ. അപ്പോൾ പിറ്റേ ദിവസം കുറേ ദിവസം ഫുഡ് ഉണ്ടാക്കാതെ ഒപ്പിച്ച് നടന്നു കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം പോലെയാണ് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലേക്ക് വരും. നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ സാധനങ്ങളൊന്നും വാങ്ങിക്കരുതെന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു കുറേ ദിവസം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ യൂട്യൂബിൽ നിന്ന് കണ്ട 2-3 സാധനങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മനസ്സിൽ വെക്കുന്നതല്ല, എൻ്റെ മനസ്സിലേക്ക് കയറുന്നതാണ്. ചില റെസിപ്പീസ് കാണുമ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പാൻ എടുത്തപ്പോൾ അത്യാവശ്യം എഗ്ഗിൻ്റെ മിക്സ് താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൻ മാറ്റിയെടുത്തിട്ടാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു ദോശപ്പാനിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കരുത്. അതാണ് ഞാൻ പഠിച്ചൊരു പാഠം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബ്രെഡ് പിസയാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ബ്രെഡ് വീഡിയോയിൽ കണ്ട പോലെ ലെയർ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് എഗ്ഗിൻ്റെ മിക്സാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് പകുതി താഴേക്ക് വീണത്. അതിലേക്ക് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഉപ്പും മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം അതിലേക്ക് സോസും അതേപോലെ ഈ ചീസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ചിക്കനൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ചീസ് കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഇതിവിടെ തികഞ്ഞില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് കൊടുത്തുവിടാൻ മാത്രമാണ് കേട്ടോ ഉണ്ടായുള്ളൂ. കഴിക്കാൻ കൊടുക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നും. പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ പീസുകളായിട്ട് മാറും കേട്ടോ. അറ്റ്ലീസ്റ്റ് 2 പീസെങ്കിലും നമുക്ക് സ്കൂളിൽ കൊടുത്തയക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർ കൂടുതലുണ്ടെങ്കിൽ 2 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ അവർക്ക് കോൺഫ്ലെക്സും പാലൊക്കെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. പിന്നെ ബാക്കി ഇത് സ്കൂളിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കിച്ചണിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ഉഷാറായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാൽക്കൊഞ്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഡിന്നറിന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പികൾ 2-3 എണ്ണം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായി പോകും. നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴാണ് പുറത്ത് പോകാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി പണികൾ രാവിലെ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. പാൽക്കൊഞ്ചാകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഹംദാനത് കഴിച്ച് മതിയായിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് തവണയായി ഒരു പാൽക്കൊഞ്ച് ഉണ്ടാക്കുന്നത്.
ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ ക്യാബേജ് റോൾസ് ഉണ്ട്, അതേപോലെ ചിബി ചിരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാലഡ് ഡ്രസ്സിങ്, പിന്നെ കുക്കുംബർ. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ് കേൾക്കുമ്പോൾ. അപ്പോൾ ക്യാബേജ് റോൾസിന് വേണ്ടിയിട്ട് നമ്മളൊരു റെഡ് ഹമൂസും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല സിമ്പിളായിട്ടുള്ള പരിപാടികളാണ്, പക്ഷേ 2-3 ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയാണല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് റോളിൻ്റെ അകത്തേക്ക് ചിക്കനാണ് കേട്ടോ ഫില്ലിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ പേസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനൊരു 400 ഗ്രാമിൻ്റെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഗ്രീനോ യെല്ലോ ഏത് വേണമെങ്കിലും എടുക്കാം, ഞാൻ യെല്ലോയാണ് എടുത്തത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സിയുടെ ജാറ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതാണ് ക്യാബേജ് റോളിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ് ഇട്ടുക. അപ്പോൾ അതൊന്ന് അരച്ച് വെച്ചിട്ട് പച്ചക്കന്നെ അരയ്ക്കാം കേട്ടോ, കുക്കൊന്നും ചെയ്യാതെ തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഒരു ബോക്സിലേക്ക് ആക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തത് റെഡ് ഹമൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ വേണം, അതേപോലെ റെഡ് ക്യാപ്സിക്കം വേണം, വെളുത്തുള്ളി വേണം. ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും കുക്ക് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ കൂടെ തഹീനി, കേട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ പാൽക്കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിനും മല്ലിയിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി ഞാൻ പെട്ടെന്ന് കഴിച്ചു വെക്കാണ് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ക്യാബേജ് റോളിന് വേണ്ടിയിട്ടുള്ള ക്യാബേജിൻ്റെ ലീവ്സാണ്. അത് തലേദിവസം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് നേരം ക്യാബേജ് ലീവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. എന്നാൽ മാത്രമേ നമുക്കതിൽ ചിക്കൻ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പരിപാടികൾ ഞാൻ ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ. ഇത്രയും പരിപാടികൾ ഞാൻ പകൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിന്നർ പരിപാടി കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. കാരണം ഫില്ലിംഗ് ഉണ്ട്, റെഡ് ഹമൂസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കൊരു സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കണം, അതും ഭയങ്കര ഈസിയാണ് കേട്ടോ. അതും ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അതിൻ്റെ റെസിപ്പിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ കട്ട് ചെയ്ത് ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ ഓവനിൽ നിന്നൊരു സൗണ്ടും ചെറിയൊരു പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓവൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും പ്ലാൻ മാറ്റി വെജിറ്റബിൾ സ്റ്റീമറിൽ വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുത്തതിന് ശേഷം ഓയിൽ ഒഴിച്ചൊന്ന് തിരിച്ചും മറിച്ചോട്ട് കളർ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് പൊട്ടറ്റോ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാബേജിൻ്റെ ലീവ്സ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ക്യാബേജിൻ്റെ ഓരോ ലീവ്സും സെപ്പറേറ്റ് എടുത്തു അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പാനിൽ. എന്നിട്ട് റെഡ് ഹമൂസ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. അങ്ങനെ ലീവ്സൊക്കെ ഞാൻ ബോയിൽ ചെയ്തെടുത്ത് അതിലേക്ക് മസാലയൊക്കെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റി വെക്കാണ് കേട്ടോ. ഇനി ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. നമ്മുടെ മോമോസൊക്കെ പോലെ തന്നെയാണ് കേട്ടോ അകത്തെ ഫില്ലിങ് വരുന്നത്. ക്യാബേജൊക്കെ കുട്ടികൾ കഴിക്കാനായിട്ട് പൊതുവേ മടിയായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഒരു ഫില്ലിങ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ ഈസി ആയിട്ട് കഴിക്കും കേട്ടോ. ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റേ ഇതിന് വരുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ ഞാനൊരു പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ക്യാബേജിൻ്റെ റോൾസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്വീറ്റ് പൊട്ടറ്റോയും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10-15 മിനിറ്റ് സ്റ്റീമറിലൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ. നമുക്ക് എന്നിട്ട് ഒലിവ് ഓയിൽ അത് തിരിച്ചും മറിച്ചിട്ടൊന്ന് കളറ് മാറ്റി ഇതുപോലെ ആക്കി എടുക്കാനുള്ളതാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ റെഡ് ഹമൂസ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. രാവിലെ വേവിച്ച് വെച്ച സംഭവങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കേടും തഹീനിയും ലെമൺ ജ്യൂസും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഭയങ്കര ഒരു ട്വിസ്റ്റ് നടന്നത്. ഞാൻ ഹാസിമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ എനിക്കിതേ ബർത്ത്ഡേ സർപ്രൈസൊക്കെ ആയിട്ട് ഇതേ ഒരു ടീം 4 സ്ക്വയറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എനിക്കൊരു അടിപൊളി ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ കപ്പയും ഫിഷ് കറിയും ബീഫൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ്. മക്കൾക്ക് ഡിന്നറും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു. പാൽക്കൊഞ്ചും ഗീ റൈസൊക്കെ രാത്രിയിലത്തേക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഞാൻ നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇക്ക അത്രയും നേരമായിട്ടും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് അവരുടെ കൂടെ തന്നെ ഡിന്നറൊക്കെ കഴിച്ച് ഒരു 10-11 മണിയായപ്പോഴാണ് കേട്ടോ തിരിച്ച് വന്നത്. അപ്പോഴത്തേനും ഇക്കായും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ചിമി ചിരി എന്ന് പറഞ്ഞിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് ആണ് കേട്ടോ. അത് പാഴ്സലിയും
സോൾട്ട്, പെപ്പർ, ഒലിവ് ഓയിൽ, ഗാർലിക് ചോപ്പ് ചെയ്തത്, ഒറിഗാനോ, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്. അത് ക്യാബേജ് റോളിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സ്വീറ്റ് പൊട്ടറ്റോയുടെ മുകളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുകളിൽ കിടക്കുന്നത് ആപ്പിളാണ് കേട്ടോ. ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. ലൈഫ് ഈസ് മൈ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി കാര്യങ്ങളൊക്കെ കാണുന്നത്. ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. കുക്കുംബർ ഞാൻ പീൽ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. മുകളിൽ കുറച്ച് സോൾട്ടും വിനീഗറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ. അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്ന ഫുഡൊക്കെ, കുട്ടികളൊക്കെ വേറെ ഫുഡാണല്ലോ കഴിച്ചത്, ഞാനാണെങ്കിലും കപ്പയും ബീഫൊക്കെയാണ് കഴിച്ചത്. അതുകൊണ്ട് അത്യാവശ്യം ഫുഡ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ക്യാബേജ് റോൾ ഞാൻ രാത്രി തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഹംദാനും നന്നായിട്ട് തന്നെ കഴിച്ചിട്ടാ, അവനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹാറൂനും ഹാസിമൊന്നും ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാറേ ഇല്ല. ഇന്ന് മദ്രസയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഹാറൂൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിക്കാക്കിന്ന് പോകാനായിട്ട് കുറച്ച് എമർജൻസി ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെന്തായാലും ചുറ്റുമുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എന്താണെന്ന് ഞാൻ മറന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. കൂടെ ബുൾസയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം എനിക്ക് ക്ലീനിങ് ഉള്ള ദിവസം കൂടിയാണ്. വീടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പോകുന്നതിനേക്കാളും മുമ്പ്. കുട്ടികളുടെ ബാഗ് കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്, ഷൂകളൊക്കെ ഒന്ന് കഴുകി വെക്കണം, അതേപോലെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അങ്ങനെ ഒത്തിരി പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഞാൻ പേജിൽ തന്നെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.